വിശ്വാസമില്ലാത്തവര് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കണ്ണ് ദൈവത്തെ സംരക്ഷിക്കാനും കാക്കലുമല്ല, ദൈവത്തെ കാക്കുന്നതിന് പകരം ദൈവത്തിന്റെ സ്വത്ത് കാക്കലാണ് എന്ന് അവർ വിചാരിച്ചു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അന്വേഷിക്കാൻ തയ്യാറാകാത്തത്. അതുകൊണ്ടാണ് പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, സസ്പെൻഡ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. മടിയിൽ കനമുള്ളവനെ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം, പിണറായിയുടെ സർക്കാരിന്റെ മടിയിലെ കനത്തിൽ വലിയൊരു പങ്ക് ദേവന്റെ സ്വത്ത് കട്ട ധനമാണ് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേരള സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് മറുപടി കിട്ടിയേ മതിയാകൂ. അമ്പലം വിഴുങ്ങികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ അമ്പലം വിഴുങ്ങാൻ, ദേവസ്വങ്ങളുടെ സ്വത്ത് കക്കാൻ ഈ രാജ്യത്ത് സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല. അതിനെതിരായിട്ടുള്ള ശക്തമായ ജനവികാരമാണ് ഈ രാജ്യത്ത് ഉയരുന്നത്. ശബരിമലയിൽ കേട്ട കാര്യം ഞെട്ടിപ്പിക്കുന്നതാണ്. ഓരോ ദിവസം കഴിയുന്നവരും ആ ഹൈക്കോടതി ഇതിൽ ഇടപെട്ടായിരുന്നില്ലെങ്കിൽ, നിങ്ങൾ ആലോചിച്ച, ഹൈക്കോടതി ഇത്ര തീവ്രമായി ഇതിൽ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ശബരിമല മുഴുവൻ നമുക്ക് ചെമ്പ് കൊണ്ട് പൊതിഞ്ഞു പോയേനെ. സ്വർണം മുഴുവൻ മാറ്റി ചെമ്പായി മാറിയ ഹൈക്കോടതി ഇടപെട്ടത് അത്രയും ഭാഗ്യമെന്ന് നമുക്ക് വിചാരിക്കും. അതുകൊണ്ട് ശബരിമലയിലെ ഈ കാര്യത്തിൽ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്, കേരളത്തിലെ പാർട്ടിയും പ്രതിപക്ഷവും പറഞ്ഞത്, ഇത് കോടതി നിയന്ത്രണത്തിലുള്ള ഒരു CBI അന്വേഷണം കൊണ്ട് മാത്രമേ യഥാർത്ഥ പ്രതികളെ രംഗത്ത് കൊണ്ടുവരാൻ കഴിയൂ. ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറയാറില്ലേ, പരൽമീനുകൾ, പമ്പൻ സ്രാവുകളെല്ലാം അകത്ത് വരെ കിടക്കുന്നുണ്ട്. ഈ സ്വത്ത് കൊള്ളയടിച്ചവർ, അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചവർ, അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള CBI കോർട്ട് സ്പോൺസേർഡ് CBI എൻക്വയറി ഉണ്ടാക്കിയെടുക്കുന്നത് വരെയുള്ള പോരാട്ടവുമായിട്ട്, ഇതിൽ യഥാർത്ഥ സത്യം തുറച്ചുകൊണ്ടുള്ള പോരാട്ടവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തള്ളിപ്പറയുകയും എല്ലാ സഭാ മേലധ്യക്ഷന്മാരെയും നികൃഷ്ടജീവികൾ എന്ന് വിളിക്കുകയും അതുപോലെ അയ്യപ്പനെ പോലും അപഹസിക്കുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും നടത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ബഹുമാന്യന് K. കരുണാകരനും ഉമ്മൻചാണ്ടി സാറും ഒക്കെ കൈവെള്ളയിൽ നടന്ന ഈ കാനന ക്ഷേത്രത്തെയും അയ്യപ്പനെയും അതിൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെയൊക്കെ ഞങ്ങളുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രത്യേകിച്ച് പത്തനംതിട്ടയിൽ ഞങ്ങൾ കാത്തുപോകുന്നതാണ്. ഞങ്ങൾക്കിപ്പോൾ സംശയം, പന്തളത്തിരിക്കുന്ന തിരുവാഭരണത്തിനകത്ത് പോലും ഇവർ ദേവസ്വം ബോർഡിൽ ഇരുന്നു കൊണ്ട് തിരിമറ നടത്തിയിട്ടുണ്ട്. അത് ഒറിജിനലാണോ എന്ന് പോലും പരിശോധിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് പത്തനംതിട്ടയിലും രാജ്യത്തും ഉള്ളത്. ആറന്മുള ക്ഷേത്രത്തിലെ 60 പവനോളം സ്വർണം കാണാനില്ലെന്ന് കേട്ടു. കേരളത്തിലെ മുഴുവൻ സ്വർണശേഖരങ്ങളുടെയും ഒരു ഓഡിറ്റ് കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തി വിശ്വാസികളുടെ ആ സ്വത്തുക്കൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഇരിപ്പുണ്ടോ ഒന്ന് തെളിയിക്കേണ്ട ഒരു കാലമാണ്. ഇവർ ഏത് സംസ്ഥാനത്ത് ഭരിച്ചിട്ടുണ്ടെങ്കിലും ആ ക്ഷേത്ര ആചാരങ്ങളെയും മത ആചാരങ്ങളെയും എല്ലാം അട്ടിമറിക്കുകയും ആ മത സ്വത്തുക്കൾ കൊള്ളയടിക്കുകയുമാണ് CPM ലോകമെമ്പാടും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയാണ് കേരളത്തിലും. കഴിഞ്ഞ പ്രാവശ്യം കോവിഡിൻ്റെ ആനുകൂല്യം മാത്രം പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പറ്റിയത്. കേരളത്തിലെ ഒരൊറ്റ ജനം പോലും CPM ഇനിയും തിരിച്ചു വരുമെന്ന് ഇവിടുത്തെ ഒരു കുഞ്ഞു പോലും ധരിക്കുന്നുള്ളതാണ് നഗ്നസത്യം. വലിയ ഭൂരിപക്ഷത്തിൽ വീണ്ടും UDF-നെ കൊണ്ടുവന്ന് കേരളത്തിലെ വിശ്വാസ സമൂഹത്തെയും വിലക്കയറ്റത്തെയും എല്ലാം നിയന്ത്രിക്കാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. വലിയ ഭൂരിപക്ഷത്തിൽ UDF വരും. വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ജനങ്ങൾ അർപ്പിക്കുന്ന ആ പ്രതീക്ഷയ്ക്കൊത്ത് തന്നെ UDF ഉയരും. എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടും മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് എനിക്ക് പറയുന്നത്. കൃഷ്ണൻ പോറ്റിയെ മുന്നേ നിർത്തിക്കൊണ്ട് സർക്കാർ പ്രതിരോധം തീർക്കുകയാണ്. അതായത് ഒരു മറ തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ദേവസ്വം ബോർഡിൻ്റെ കാലാകാലങ്ങളിൽ വന്ന പ്രസിഡന്റ്, അതുപോലെ തന്നെ ദേവസ്വം കമ്മീഷണർ, അതുപോലെ തന്നെ ഗവൺമെൻറ് എപ്പോഴും പുറകിൽ നിന്ന് ഈ ആൾക്കാരെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ പരിപാലന അന്തരീക്ഷം നഷ്ടപ്പെടുത്തി. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് എല്ലാം സ്വർണ്ണമയമാണ്. അത് ക്ഷേത്രത്തിൽ എവിടെ വന്ന് നോക്കിയാലും സ്വർണ്ണത്തെ തൊട്ട് കളിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു പങ്ക് വ്യക്തമാകുന്നു. ഇപ്പോൾ തന്നെ ഇത്രയും വാതിലിൻ്റെ പ്രശ്നങ്ങൾ വന്നു. തിരുവാറന്മുളയപ്പൻ്റെ 58 കിലോ സ്വർണത്തിൻ്റെ അളവ് വരെ ഇപ്പോൾ തൂക്കാൻ ഇന്ന് അവിടെ അതായത് അവിടുത്തെ മാനേജർ അവധിയിൽ പ്രവേശിച്ചേക്കുന്നു.
എന്തുകൊണ്ട് ഈ മാനേജർ അവധി പ്രവേശിച്ചു? അതുപോലെ തന്നെ ഈ ശബരിമലയുടെ കാര്യത്തിലാണെങ്കിൽ പോലും എന്തുകൊണ്ട് സർക്കാർ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുന്നു? എന്തുകൊണ്ട് ഇതിനകത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ എന്തുകൊണ്ട് ഇതിന്റെ പ്രതിപട്ടികയിൽപ്പെടുത്തുന്നില്ല? ഇതെല്ലാം സംശയം. ഗവൺമെന്റ് എല്ലാത്തിനും കൂട്ടു നിൽക്കുന്നു എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധിയാണെന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം മുന്നേ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനത്തെ സംശയത്തിന്റെ രീതിയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും. അതുകൊണ്ട് സർക്കാർ നേരിട്ട് ഇതിന് വെളിച്ചത്ത് കൊണ്ടുവന്നു വന്നില്ലെങ്കിൽ ജനവികാരം മാനിക്കണം, ജനങ്ങളുടെ വിശ്വാസം മാനിക്കണം. മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഏത് രീതിയിലും മുന്നോട്ട് പോകുന്ന സർക്കാരിന്റെ നിലപാടുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ വിശ്വാസം പെടും. മതസംഘടനകൾ വരെ വ്യക്തമാക്കി കഴിഞ്ഞു എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് എന്നുള്ളത്. എന്തുകൊണ്ടാണ് നിയമസഭ വരെ നിർത്തിവെക്കേണ്ട സാഹചര്യം വരുന്നു? ഇത് ജനങ്ങളുടെ വിജയമാണ്. അതുപോലെ കോൺഗ്രസ് പ്രസ്ഥാനം വിശ്വാസികളുടെ ഒപ്പമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1996 സ്വർണം പൂശിയ ദ്വാരപാലക ഉൾപ്പെടെയുള്ള ആ ശ്രീകോവിൽ വിശ്വാസികൾ വളരെ പരിപാവനമായി സൂക്ഷിക്കുന്ന ഒരു പുണ്യസ്ഥലമാണ്. ആ അയ്യപ്പൻ്റെ പുണ്യസ്ഥലത്ത് ഇങ്ങനെ ഒരു കളങ്കം, ഇങ്ങനെ മോഷണം വന്നത് ജനമനസ്സുകളിൽ വലിയ വിങ്ങൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിങ്ങലിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് ഇവിടെ ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടക്കുന്ന വിശ്വാസ സംഗമം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ജനമനസ്സുകളിൽ ഒരു വികാരമായിട്ടുണ്ട്. ഇന്നത്തെ LDF ഗവൺമെൻറ് ഇതിന് എതിരായി ഒന്നും ചെയ്യുന്നില്ല. അന്വേഷണത്തെ അനുകൂലമായി അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കത്തക്കവണ്ണം യാതൊരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. അതുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ, ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്, തീർച്ചയായിട്ടും അവിടെ ഇത് ബാധിക്കും. എപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വിശ്വാസികളുടെ കൂടെയാണ്, ജനാധിപത്യത്തിൻ്റെ കൂടെയാണ്, അതുപോലെ തന്നെ മതേതരത്വത്തിൻ്റെ കൂടെയാണ്. തീർച്ചയായിട്ടും ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന ഈ ഒരു കളങ്കം, ഈ സ്വർണ്ണ മോഷണം തീർച്ചയായിട്ടും ജനമനസ്സുകളിൽ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് കോടതി നിയന്ത്രണത്തിലുള്ള ഒരു CBI അന്വേഷണം കൊണ്ട് മാത്രമേ യഥാർത്ഥ പ്രതികളെ രംഗത്ത് കൊണ്ടുവരാൻ കഴിയൂ. ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പറയാറില്ലേ, പരൽ മീനുകൾ, പമ്പൻ സ്രാവുകളെല്ലാം അകത്ത് വേറെ കിടക്കുന്നുണ്ട്. ഈ സ്വത്ത് കൊള്ളയടിച്ചവർ, അയ്യപ്പന്റെ സ്വത്ത് കൊള്ളയടിച്ചവർ, അവരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള CBI കോർട്ട് സ്പോൺസേഡ് CBI എൻക്വയറി ഉണ്ടാക്കിയെടുക്കുന്നത് വരെയുള്ള പോരാട്ടവുമായിട്ട്, ഇതിന്റെ യഥാർത്ഥ സത്യം തുറച്ചുകൊണ്ടുള്ള പോരാട്ടവുമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. വിശ്വാസം, അത് ഏത് വിശ്വാസമായാലും, വിശ്വാസം എവിടെ തകർക്കപ്പെടുന്നുണ്ടോ, ഏത് വിശ്വാസങ്ങളുടെയും പരിഭാവനയെ തകർക്കാൻ ശ്രമിക്കുന്നുവോ, ഏത് വിശ്വാസത്തിന്റെയും സമ്പത്ത് കൊള്ളയടിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, അവിടെ മതേതര വിശ്വാസത്തിന്റെ നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയ വിശ്വാസ പ്രമാണവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറയുന്നു. അത് തന്നെയാണ് എൻ്റെ വിശ്വാസ സംഗമത്തിന് ഇവിടെ യുവതീ പ്രവേശത്തിന്റെ പേരിൽ നടത്തിയ പോരാട്ട നാടകങ്ങൾക്കെതിരെയും ഞങ്ങൾ പോരാട്ടം നടത്തിയത്. That they have undermined the sanctity of the temple. We Congress party, we will not say that we will politicalize this issue. This is not a political issue. This is an issue of faith inside our heart. This is the issue of the fate of the devotees. Millions of devotees coming to Sabrimala temple and praying to God. This is undermining and destroying this devotees' faith. So we all stand for the faith. And we all stand for the sanctity of the temple Sabrimala. And we all stand for the people of Kerala who are praying to Lord Ayyappan that the people should be punished who have done the sin here, who has done the theft. So thank you very much, all of you who have gathered here. We stand with the devotees' faith and we stand for Lord Ayyappan. Pranam. Thank you.